ഹലോ എവരിവൺ, വെൽക്കം ടു മെന്റർ ലിനക്സ്. നമ്മൾ നോക്കാൻ പോകുന്നത് RRB ഗ്രൂപ്പ് ഡിയുടെ എക്സാമിനെ കുറിച്ചാണ്. എന്താണ് RRB ഗ്രൂപ്പ് ഡി, എന്തെല്ലാമാണ് ഇതിൽ പഠിക്കേണ്ടത്, എങ്ങനെയാണ് പഠിക്കേണ്ടത്, ആർക്കൊക്കെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് തുടങ്ങിയ മുഴുവൻ കാര്യങ്ങളും നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ കാണാൻ ശ്രമിക്കുക കേട്ടോ. അതേപോലെ തന്നെ കുറെ പേർക്ക് RRB ഗ്രൂപ്പ് ഡി എന്ന് പറയുമ്പോൾ ഒരു കുട്ടിയോട് ചോദിച്ചാണ് ഇത് ഏറ്റവും താഴെയുള്ള ജോബ് അല്ലേ എന്ന്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ജോബിൽ പ്ലേസ് ആയി കഴിഞ്ഞാൽ ഏതെങ്കിലും സെക്ടറിൽ അത് താഴെ ആയിക്കോട്ടെ, ഗ്രൂപ്പ് ഡി എന്ന് പറഞ്ഞാൽ അത്ര മോശം ജോബ് ഒന്നുമില്ല. ട്രാക്ക് മെയിൻ്റെനൻസ് അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ ആൻഡ് എഞ്ചിനീയറിംഗ് വർക്കുകളൊക്കെ അവിടെ വരുന്നുണ്ട്. പണ്ട് ഇത് IT പഠിച്ച ആൾക്കാർക്ക് മാത്രമേ പറ്റുള്ളായിരുന്നു. പക്ഷെ ഇപ്പോ 18 വയസ്സ് തികഞ്ഞ് 10ാം ക്ലാസ് പാസ്സായ ആർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. IT വേണമെന്നില്ല. IT ഉള്ളവർക്ക് ഒരു ബോണസ് ആയിട്ട് കൂട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്രേ ഉള്ളൂ, ഈ വീഡിയോ ഫസ്റ്റ് ടു ലാസ്റ്റ് വരെ സ്കിപ്പ് ചെയ്യാതെ കാണാം. എൻ്റെ ത്രൂ ഔട്ട് ഡീറ്റെയിൽസ്, പഠിക്കുന്ന സിലബസ്, ഓരോ ചാപ്റ്റർ വെയിറ്റേജ്, ഓരോ എത്ര ഫേസസ് ഉണ്ടാവും, ഓരോ ഫേസിൽ നടക്കുന്ന കാര്യങ്ങൾ മൊത്തം മറ്റൊരു ചാനൽ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരില്ല. അത്രയും ഡെപ്തിലാണ് നമ്മളിത് പറഞ്ഞിരുന്നത്. നമ്മളൊരു ഷോർട്ട് നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് നമ്മൾ നോട്ടിഫിക്കേഷൻസ് എല്ലാം ഒന്ന് പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്തിട്ടാണ് നമ്മളിന്ന് വീഡിയോ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യരുത്, വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. ആൻഡ് മൊത്തത്തിൽ RRBനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ എന്ത് ചെയ്യുക, നിങ്ങൾ നിർബന്ധമായിട്ടും കാണുക. അതേപോലെ തന്നെ ഞാൻ പറയുന്ന മറ്റൊരു കാര്യം എന്താ, നിലവിൽ നിങ്ങൾ ജോലിക്ക് പോകുന്ന ആൾക്കാരോ പഠിക്കുന്ന ആരോ ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഈ കോഴ്സിന് പഠിക്കാവുന്നതാണ്. ദിവസം 1 മണിക്കൂർ ഇപ്പൊ തൊട്ട് മാറ്റി വെക്കുകയാണെങ്കിൽ സുഖമായിട്ട് എക്സാം നിങ്ങൾക്ക് പാസ്സാൻ പറ്റും. ഇത് വലിയ ബാലികറാമലയല്ല, അതായത് പഠിച്ചാൽ കിട്ടാത്ത പരീക്ഷ ഒന്നല്ല. പ്രോപ്പറായിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് പാസ്സാവാൻ സാധിക്കുന്ന പരീക്ഷകളിൽ ഒന്നാണ് RRB ഗ്രൂപ്പ് ഡിയുടെ പരീക്ഷകൾ. ഓക്കെ, അപ്പോൾ നമുക്ക് മൊത്തം എക്സാം ഓവർവ്യൂ നോക്കാം. അതിനു മുമ്പ് ഞാൻ ഒരു കാര്യം പറയാം. നോർമൽ ജനറൽ കാറ്റഗറി ഒക്കെ ആണെങ്കിൽ 33-36 വയസ്സൊക്കെ ഇതിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ സമയത്ത് ഞാനുള്ളൊരു കാര്യം പറയാം. നിങ്ങൾ നിലവിൽ ജോലിക്ക് പോകുന്നുണ്ടാവും, ഏതെങ്കിലും ജോലിക്കൊക്കെ പോകുന്ന ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത ജോലി ആവാം, ഇല്ലെങ്കിൽ അൺസെക്യൂർഡ് ആയിരിക്കാം, അതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെറിയ സാലറി ഒക്കെ ആയിരിക്കാം. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ദിവസത്തിന്റെ 1 മണിക്കൂർ ഇതിനു വേണ്ടി മാറ്റി വെച്ചാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് നിലവിലുള്ള ജോലി വിട്ടിട്ട് ഒരു ഗവൺമെന്റ് ജോബ് എന്നുള്ള ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റും. അതായത് എല്ലാവരും ഇപ്പൊ പഠിച്ചുകൊണ്ടൊക്കെ തന്നെയാണ് ജോലി ചെയ്യുന്നത്. അല്ലാതെ ഫുൾ ടൈം ഇരുന്ന് പഠിക്കുന്ന ആൾക്കാർ ഒരു ലക്ഷ്യമില്ലാതെ അങ്ങനെ കുറെ കാലം പഠിച്ചിട്ട് പിന്നെ ജോലിക്ക് പോയിട്ട് എക്സാം എഴുതിയെടുക്കുന്ന കുറെ ആൾക്കാരുണ്ട്. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, വെറുതെ ഇരിക്കുന്നതിനേക്കാൾ നല്ല എന്തെങ്കിലും ജോലിക്ക് പോകണം തന്നെയാണ്. ആൻഡ് അതിന്റെ കൂടെ നമ്മൾ പഠിക്കുകയും കൂടി വേണം. ഡെയിലി 1 മണിക്കൂറോ 2 മണിക്കൂറോ കൺസിസ്റ്റന്റ് ആയിട്ടിരുന്ന് പഠിക്കണം. കൺസിസ്റ്റൻസി ഈസ് ദ കീ ടു സക്സസ് എന്നാണ് കേട്ടോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ഏരിയ ആയിട്ട് നോക്കാം. ആദ്യം നമുക്ക് ആ എക്സാം ഓർവ് നോക്കാം. എക്സാം ഡേറ്റ് വിളിച്ചിട്ടുണ്ടായിരുന്നു, ആ മൊത്തം ഡീറ്റെയിൽ നമുക്ക് നോക്കാം. ആദ്യം നിങ്ങൾ നോക്കേണ്ട എത്രയേ ഉള്ളൂ, കണ്ടക്ടിംഗ് ബോഡി എന്ന് പറയുന്നത് റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡാണ്. റെയിൽവേ റിക്രൂട്ട്മെന്റ്സിലേക്ക് റിക്രൂട്ട് ചെയ്യുന്ന RRB ആണ് ഇതിൽ റിക്രൂട്ട് ചെയ്യുന്നത്. അത് തന്നെ ഇതിന്റെ പേരും RRB ഗ്രൂപ്പ് ഡി എന്നാണ് ഇതിന്റെ പേരും വരുന്നത് കേട്ടോ. ഇനി CN നമ്പർ 09/2025 ആണ് നോട്ടിഫിക്കേഷൻ വരുന്നത്. പോസ്റ്റ് ലെവൽ എന്ന് പറയുന്നത് ലെവൽ 1 വരിക. അതേപോലെ തന്നെ കാറ്റഗറി റെയിൽവേ ജോബ് ആയിരിക്കും. നോട്ടിഫിക്കേഷൻ റിലീസ് ആയിട്ടുണ്ട്, അതായത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്ലൈ ചെയ്യുന്ന ഡേറ്റും കാര്യങ്ങളും നമുക്ക് നോക്കാം. ആദ്യം നോക്കുക, നോട്ടിഫിക്കേഷൻ റിലീസ് ആയത് 30 ജനുവരി 2026 ആൻഡ് 31 ജനുവരി 2026 അപ്ലൈ ചെയ്യാൻ തുടങ്ങിയതാണ്. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് 2 മാർച്ച് 2026 രാത്രി 12 മണി വരെയാണ്. ആൻഡ് ഫീസിന് എന്തെങ്കിലും പേയ്മെന്റ് ഇഷ്യൂ, ഫീസിന് അപ്പത്തെ പേയ്മെന്റ് ഇഷ്യൂ ഒന്നും വരില്ല. കാരണം നിങ്ങൾ എന്തായാലും നേരത്തെ അപ്ലൈ ചെയ്യണം, ഫീസൊക്കെ അടച്ചിട്ടുണ്ടാവണം. 4 മാർച്ച് വരെ എന്തെങ്കിലും സപ്പോസ് കൊണ്ട് ഫീസ് പോയിട്ട് റിഡക്റ്റ് ആകുന്ന ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 4-ാം തീയതി വരെ ഫീസ് അടയ്ക്കാവുന്നതാണ്. ആൻഡ് കറക്ഷൻ വിൻഡോ എന്ന് പറഞ്ഞാൽ 5 മുതൽ 14 മാർച്ച് വരെ കറക്ഷൻ വിൻഡോ ഉണ്ടാവും. അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വാട്സപ്പ് ചാനലിലും ടെലിഗ്രാം ചാനലിലും അപ്ഡേറ്റ് ചെയ്യും. ഈ ചാനലുകളൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്തൊക്കെ വെക്കുക. ആൻഡ് എക്സാം വരുന്നത് മെയ്യിലായിരിക്കും. ദാറ്റ് മീൻസ് ഇനി നിങ്ങൾക്ക് 4-5 മാസം ഉണ്ട്, പ്രോപ്പറായിട്ട് പഠിച്ച സുഖമായിട്ട് പാസ്സാകാൻ പറ്റുന്നതാണ് കേട്ടോ. അടുത്തൊരു ചെറിയൊരു ആഡ് പറഞ്ഞോട്ടെ, വേറെ ഒന്നും തോന്നരുത്. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, RRB ഗ്രൂപ്പ് ഡിയുടെ കംപ്ലീറ്റ് കോഴ്സ് കൊടുക്കുന്നുണ്ട്. ആൻഡ് ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം, കേരളത്തിൽ ആരും കൊടുക്കാത്ത റേറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത്. ആൻഡ് അഫോർഡബിൾ പ്രൈസിൽ ക്വാളിറ്റി ക്ലാസ്സുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിൽ നിങ്ങൾക്ക് 100% റെക്കോർഡ് ക്ലാസ്സുകൾ, എല്ലാ ഫുൾ സിലബസിന്റെ റെക്കോർഡ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവിടെ കിട്ടുന്നതാണ്. വീക്ക്ലി ലൈവ് ഡിസ്കഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ ഡൗട്ട് ക്ലിയറിംഗ് സെക്ഷൻസ് ഉണ്ടാവും. അതുപോലെ തന്നെ ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള നോട്ടുകൾ, PDF എല്ലാം നിങ്ങൾക്ക് അവിടെ കിട്ടുന്നതാണ് കേട്ടോ. ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റുകൾ ഉണ്ടാവും, ഒരു സ്റ്റഡി പ്ലാനർ അല്ലെങ്കിൽ സ്ട്രാറ്റജി ഒക്കെ ഉണ്ടാവും. പിന്നെ നിങ്ങൾക്ക് മെന്ററിനെ വേണമെങ്കിൽ നമ്മൾ മെന്ററിനെ വരെ പേഴ്സണൽ മെന്റേഴ്സിനെ വരെ തരുന്നതാണ്. അപ്പോൾ ഈ ഫുൾ ഗ്രൂപ്പിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫുൾ കോഴ്സിനാണ് നമ്മൾ 1999 രൂപ വരുന്നത്. ഇനി നിങ്ങൾ SSCക്കോ അല്ലെങ്കിൽ ആർമി, നേവി, എയർഫോഴ്സ് ഏത് കോഴ്സ്, സെൻട്രൽ ഗവൺമെന്റിനെ ഏത് ഫോഴ്സിനും പ്രിപ്പയർ ചെയ്യുന്നതാണെങ്കിൽ ശരി, നമ്മളിൽ എന്തുണ്ട്, അതിന്റെ കോച്ചിങ് ഉണ്ട്. സോ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരെ ഇപ്പൊ തന്നെ
നമ്മളെ താഴെ ഇവിടെ നമ്പർ ഉണ്ട്, അല്ലെങ്കിൽ താഴെ കൂടി നമ്പർ പോകുന്നുണ്ട്. നിങ്ങൾക്ക് ഈ നമ്പറിൽ കയറിയിട്ട് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ താഴെ നമ്പറൊക്കെ ഉണ്ടാവും, നിങ്ങൾക്ക് അതിലൊക്കെ ക്ലിക്ക് ചെയ്താൽ നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ആൻഡ് മാക്സിമം കോഴ്സിന് ജോയിൻ ചെയ്തോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ ചെയ്യുക, അല്ലാത്ത ആൾക്കാരും പഠിക്കുക. പുസ്തകങ്ങൾ വാങ്ങിയിട്ടോ യൂട്യൂബ് വീഡിയോകൾ കണ്ടിട്ടോ എങ്ങനെയെങ്കിലുമൊക്കെ പഠിക്കുക. ഇപ്പം നിങ്ങളുടെ മുമ്പിൽ ധാരാളം ഓപ്ഷൻസ് ഉണ്ട്, നിങ്ങൾ പഠിച്ചാൽ മാത്രം മതി കേട്ടോ. അത്രേ ഉള്ളൂ, അത് ഞാൻ വല്ലാണ്ട് നിർത്തില്ല. ആൻഡ് സാലറി എന്ന് പറയുന്നത് ബേസിക് പേ, നിങ്ങൾ ഇൻ ഹാൻഡ് കിട്ടുന്നത് 18,000 രൂപ കിട്ടും. ആൻഡ് അതിൽ നിങ്ങൾക്ക് DA ഉണ്ടാവും, HRA ഉണ്ടാവും, ട്രാവലിംഗ് അലവൻസ് ഉണ്ടാവും, പല അതർ അലവൻസസും നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നതാണ്. അതേപോലെ തന്നെ വേക്കൻസി എന്ന് പറയുന്നത് ഈ വർഷം വന്നത് 22,000-ന് മുകളിലാണ്. 10ാം ക്ലാസ് പാസ്സായാൽ മതി. ഗവൺമെന്റ് ജോബ് സെക്യൂരിറ്റി ആണ്, നിങ്ങൾ ഓർമ്മിക്കണം. നല്ല സാലറിയും ബെനിഫിറ്റ്സും ഉണ്ടാവും. ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും പോസ്റ്റിംഗ് കിട്ടുന്നതായിരിക്കും. സാലറി ഞാനിവിടെ പറഞ്ഞു 18,000 പെർ മന്ത്, DA അതെല്ലാം ഉണ്ടാവും. പിന്നെ ഓക്കെ, അതൊന്ന് കോപ്പി ചെയ്യാൻ വന്നതാണ്. ഇനി വേക്കൻസി ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ ടോട്ടൽ വേക്കൻസീസ് എന്ന് പറയുന്നത് 22,195 വേക്കൻസീസ് ആണ് വന്നിരിക്കുന്നത്. ആൻഡ് മേജർ പോസ്റ്റുകൾ എന്ന് പറയുന്നത് അസിസ്റ്റന്റ് ട്രാക്ക് മെഷീൻ ഉണ്ടാവും, ആൻഡ് അസിസ്റ്റന്റ് ബ്രിഡ്ജ് മെയിൻ്റനൻസ് ഉണ്ടാവും, ട്രാക്ക് മെയിൻ്റനർ ഗ്രേഡ് 4, അസിസ്റ്റന്റ് PV, ആൻഡ് അസിസ്റ്റന്റ് TRD, അസിസ്റ്റന്റ് ലോക്കോ ഷെഡ് ഇലക്ട്രിക്കൽ, അങ്ങനെ അസിസ്റ്റന്റ് ഓപ്പറേഷൻസ് ഇലക്ട്രിക്കൽ, അസിസ്റ്റന്റ് TLC, അസിസ്റ്റന്റ് CNW, അതുപോലെ തന്നെ SNT പോയിന്റ്സ്മാൻ B, അങ്ങനെ പല പോസ്റ്റുകളിലേക്കാണ് എന്ത് ചെയ്തിരിക്കുന്നത് ഈ വേക്കൻസികൾ വന്നിരിക്കുന്നത് കേട്ടോ. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓരോ വേക്കൻസികളെ കുറിച്ച് നോക്കാം. 2026 പോസ്റ്റ് വൈസ് വേക്കൻസികളാണ്, ഓൾ ഇന്ത്യ ലെവലിൽ വന്ന പോസ്റ്റ് വൈസ് വേക്കൻസികളാണ് നമ്മൾ ഇപ്പോൾ നോക്കുന്നത്. ആദ്യം നമുക്ക് നോക്കാം, അസിസ്റ്റന്റ് ബ്രിഡ്ജ്മാൻ ആണെങ്കിൽ 557 വേക്കൻസിയാണ് മൊത്തം വന്നിരിക്കുന്നത്. അൺറിസർവ്ഡിന് 228, OBC 114, 83, 40, EWSന് 72 വേക്കൻസി. ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ അതായത് ഞാനിപ്പോൾ അടുത്ത് പറയും, അതായത് നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങൾ OBC കാൻഡിഡേറ്റ്സ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വേക്കൻസി വരുന്ന ഇതിപ്പോ OBC കാൻഡിഡേറ്റ് ആണെങ്കിൽ ട്രാക്ക് പെയിന്റർ 4 നോക്കണം. OBCക്ക് 2,268 വരുന്നുണ്ട്. ഇതിന് ഈ അനുസരിച്ച് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് ആ പോസ്റ്റും നിങ്ങളുടെ കാറ്റഗറി ചൂസ് ചെയ്തിട്ട് വേണം നിങ്ങൾ ചൂസ് ചെയ്യാൻ വേണ്ടി കേട്ടോ. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, അസിസ്റ്റന്റ് കാരേജ് ആൻഡ് വാഗൺ ആണെങ്കിൽ 962 വേക്കൻസീസ്, 384 അൺറിസർവ്ഡ് ഉള്ളത്, 236 OBC, 134 SC, STക്ക് ആണെങ്കിൽ 91, EWS 117. ഇങ്ങനെ നിങ്ങൾക്ക് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റും. അങ്ങനെ മൊത്തം ടോട്ടലായിട്ട് പറയുകയാണെങ്കിൽ 22,195. ഇത് ഇനിയും കൂടിട്ടോ, ഇത് കുറയല്ല, കൂടാനാണ് സാധ്യത. അപ്പൊ എന്ത് ചെയ്യാം, എല്ലാവരും വേക്കൻസി കണ്ടിട്ട് ഓൾ ഇന്ത്യ ലെവലിൽ ഇത്രയും കുറവല്ലേ എന്ന് പറഞ്ഞ് നിൽക്കണ്ട, ഇത് കഴിഞ്ഞ വർഷം കൂടിയിട്ടുണ്ട് കേട്ടോ. ആൻഡ് മൊത്തം അൺറിസർവ്ഡിന് 8,755 വേക്കൻസി, OBCക്ക് 5,330 വേക്കൻസി, ആൻഡ് SCക്ക് 3,043 വേക്കൻസി, STക്ക് 1,535, EWSനാണ് 2,152 വേക്കൻസീസ്. ഇത്രയാണ് വേക്കൻസികളും കാര്യങ്ങളും വരുന്നത്. അപ്പൊ അത് നോക്കുക. ഇനി റീജിയൻ വൈസ് നമുക്ക് ഓരോ RRBകളുണ്ട്. ഇപ്പൊ RRB മുംബൈ ഉണ്ടാവും, അതായത് വെസ്റ്റേൺ റെയിൽവേ ഉണ്ടാവും, നോർത്ത് വെസ്റ്റേൺ റെയിൽവേ ഉണ്ടാവും, നോർത്ത് സെൻട്രൽ റെയിൽവേ ഉണ്ടാവും. നമ്മൾ വരുന്നത് സൗത്തേൺ റെയിൽവേ ആണ്. ചെന്നൈ വരുന്നത് സൗത്തേൺ റെയിൽവേയിലാണ് നമ്മൾ RRB ഒക്കെ വരുന്നത്. നമുക്ക് 1,036 വേക്കൻസിയാണ് മൊത്തം ഉള്ളത്. അതിൽ അൺറിസർവ്ഡിനാണ് 430 വേക്കൻസി, OBCക്ക് 247, SC 155, ST 96, EWS 108. നിങ്ങൾക്ക് ഇതിൽ എവിടെ വേണമെങ്കിലും അപ്ലൈ ചെയ്യാവുന്നതാണ്. മുംബൈയിൽ അപ്ലൈ ചെയ്യാം. ആൻഡ് ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ 2-3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. മുംബൈ ഒക്കെ നല്ല കോമ്പറ്റീഷൻ ഉള്ള ഏരിയ ആണ് കേട്ടോ. അവിടെ വേക്കൻസിയും കൂടുതലാണ് അവിടെ. അതുകൊണ്ട് തന്നെ അവിടെ കട്ട് ഓഫ് ഒക്കെ എപ്പോഴും ഹൈ റേഞ്ചിൽ വരുന്ന കട്ട് ഓഫ് ഒക്കെയാണ്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് എപ്പോഴും കട്ട് ഓഫ് കുറഞ്ഞ്, ചെന്നൈ ആണെങ്കിലും കുഴപ്പമില്ലാത്ത കട്ട് ഓഫ് വരുന്നുണ്ട്. അതുപോലെ തന്നെ പ്രോപ്പറായിട്ട് നോക്കിയിട്ട് എന്ത് ചെയ്യാം, സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ചൂസ് ചെയ്യുക. അതേപോലെ വേക്കൻസികൾ നോക്കിയിട്ട് ഇപ്പോൾ നോക്കി സൗത്ത് വെസ്റ്റേൺ റെയിൽവേ ഹബ്ലിയിലൊക്കെ ആകെ വരുന്നത് 90 വേക്കൻസീസ് ആണ്. അപ്പോൾ അവിടെ ഒന്നും പോയിട്ട് എന്ത് ചെയ്യണം, അല്ലാതെ അപ്ലൈ ചെയ്യേണ്ട. അവിടെയൊക്കെ നല്ല എന്താണ്, അത്രയും വേക്കൻസി കുറവാണ്. അപ്പോൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഈ വേക്കൻസീസും കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് വേണം അപ്ലൈ ചെയ്യാനും മറ്റും ചെയ്യാൻ. ആൻഡ് നമുക്ക് ചെന്നൈയിനെ മാത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ ചെന്നൈയിൽ അസിസ്റ്റന്റ് ബ്രിഡ്ജ് ഒഴിവ് വന്നിട്ടുണ്ട്, അസിസ്റ്റന്റ് കാരേജ് ആൻഡ് വാഗൺ ഒഴിവ് വന്നിട്ടുണ്ട്, അസിസ്റ്റന്റ് ലോക്കോ ഷെഡ് ഒഴിവ് വന്നിട്ടുണ്ട്, അസിസ്റ്റന്റ് TL ആൻഡ് AC വന്നിട്ടുണ്ട്, അസിസ്റ്റന്റ് PV, ട്രാക്ക് മെയിൻ്റനർ 4, അസിസ്റ്റന്റ് SNT പോയിന്റ്സ്മാൻ, അസിസ്റ്റന്റ് TRD. അപ്പോൾ ഓൾമോസ്റ്റ് വേക്കൻസീസ് എല്ലാവിടെയും വന്നിട്ടുണ്ട്. നമുക്ക് ചെന്നൈയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ പോയിന്റ്സ്മാൻ B എന്ന് പറഞ്ഞാൽ ട്രാഫിക് ആയിരിക്കും. അതുപോലെ തന്നെ ബാക്കിയൊക്കെ ഓൾമോസ്റ്റ് ടെക്നിക്കൽ റിലേറ്റഡ് വരുന്നതാണ്. നിങ്ങൾക്ക് അവിടെ നോക്കാം. അപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും പ്രോപ്പർ വേക്കൻസികൾ എത്രയാണെന്നുള്ളത്. അൺറിസർവ്ഡിന് 7, SC 3, ST 1, OBC 5, EWS 3,
ടോട്ടൽ 19 വേക്കൻസീസ് ആണ് എവിടെ വന്നിട്ടുള്ള എക്സ് സർവീസ്മാൻ വേക്കൻസി അതിൻ്റെ കൂടെ ഉണ്ടാവും കേട്ടോ. അങ്ങനെയൊക്കെയാണ് വേക്കൻസികൾ വന്നിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ വേക്കൻസി ഇവിടെ ട്രാക്ക് മൈൻഡർ 4-ലാണ് ഈ വർഷം കൂടുതൽ. പിന്നെ പോയിന്റ്സ്മാൻ വേക്കൻസി വന്നിട്ടുണ്ട് 225 വേക്കൻസി ഒക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ അത് മൊത്തത്തിൽ നിങ്ങൾ നോക്കുക. എന്നിട്ട് എവിടെയാണോ കൂടുതൽ വേക്കൻസി ഉള്ളത്, ഏതിനാണോ നിങ്ങൾക്ക് കൂടുതൽ അപ്ലൈ ചെയ്യാൻ പറ്റുക, അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, മാക്സിമം അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. ഇനി ഇതിന് അപ്ലൈ ചെയ്യാൻ വേണ്ട നാഷണാലിറ്റി എന്ന് പറയുന്നത് ഇന്ത്യ സിറ്റിസൺ ആയിരിക്കണം. ഇനി അതെല്ലാം PIO സർട്ടിഫിക്കറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നേപ്പാൾ ഭൂട്ടാൻ ടിബറ്റ് നമുക്ക് അപ്ലൈ ചെയ്യാം. നമ്മളിപ്പോൾ ഇന്ത്യ മാത്രം നോക്കിയാൽ നമ്മൾ മെയിൻലി മലയാളത്തിൽ പറയുന്നത് കേരളക്കാർ മാത്രമല്ലേ ഉള്ളൂ. ആൻഡ് ഏജ് റിലാക്സേഷൻ എന്ന് പറയുന്നത് 18 മുതൽ 33 വയസ്സ് വരെയാണ്. ജനറൽ കാറ്റഗറിക്ക് 18 മുതൽ 33 വയസ്സ് വരെയാണ്. OBC ആണെങ്കിൽ 18 മുതൽ 36 വയസ്സ് വരെ. SC ആണെങ്കിൽ SC ഓർ ST ആണെങ്കിൽ 18 മുതൽ 38 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും. അതായത് ഇത്രയും ഏജ് ഗ്യാപ്പിൽ ഇപ്പോൾ 35-ാം വയസ്സിലാണെങ്കിൽ പോലും ശരി നിങ്ങളിതിൽ അപ്ലൈ ചെയ്യണമെന്ന് ഞാൻ പറയണം. അതായത് വീട്ടമ്മമാരായിക്കോട്ടെ, ജോലിക്ക് പോകുന്നവരും ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, നിങ്ങളിതിന് എന്തായാലും എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും നിങ്ങളിതിന് അപ്ലൈ ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴാണെങ്കിലും ശരി ഈ ജോലിക്ക് ഒരു പ്രായം, അതായത് എക്സാംസിന് ഒരു പ്രായം ഒരു പ്രശ്നമല്ല. നിങ്ങളുടെ ഏജ് ഈ ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ടെങ്കിൽ, എഡ്യൂക്കേഷൻ ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ടെങ്കിൽ അതൊരു പ്രശ്നമല്ല. നിങ്ങൾ ട്രൈ ചെയ്യുക, ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യും. ഫസ്റ്റ് അറ്റംപ്റ്റ് നിങ്ങളൊരു കോഴ്സോ കോച്ചിങ്ങിനോ ഒന്നും പോകണ്ട, ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അത് കിട്ടണ്ട, ഒരു കോൺഫിഡൻസ് ഉള്ളിൽ വരികയാണോ അടുത്ത പ്രാവശ്യം എന്തായാലും കിട്ടിയിരിക്കും. ആൻഡ് ഗ്രൂപ്പ് B എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കടാ, വെറും 10ാം ക്ലാസ് പാസ്സായാൽ മതി. 10ാം ക്ലാസ് പാസ്സായ ഇന്ത്യൻ റെയിൽവേയിൽ ഒരു ജോലിയിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിച്ച് ജോലി നേടിയെടുക്കാൻ സാധിക്കും. പിന്നെ ഇനി അതല്ലെങ്കിൽ ITI, ഒരു റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ITI പാസ്സായാൽ മതി. ഇനി നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ഓക്കെ. പിന്നെ ഏതെങ്കിലും ട്രേഡിൽ അപ്രന്റീസ് ആക്ട് ഒക്കെ വഴി ഏതെങ്കിലും കോഴ്സ് കംപ്ലീറ്റ് ആയെങ്കിലും കുഴപ്പമില്ല എന്ന് പറയുന്നത്. ആൻഡ് മെയിൻലി പറയുന്നത് 10th പാസ് അല്ലെങ്കിൽ ITI ഉണ്ടായാൽ നിങ്ങൾക്ക് ഈ കോഴ്സിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. RRB ഗ്രൂപ്പ് Dക്ക് ഒരു മെഡിക്കൽ സ്റ്റാൻഡേർഡ്സിന്റെ പ്രോപ്പർ ആയിട്ടുള്ള അതായത് ഡോക്യുമെന്റ് വെരിഫിക്കേഷന് ശേഷം ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന ഓരോ ആൾക്കാർക്ക് എന്തുണ്ടാവും, പ്രോപ്പർ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഉണ്ടാവും. അതിൽ നിങ്ങളുടെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യുന്നതാണ്. അതിൽ വിഷ്വൽ 6/9/6/9 വരണം, വിത്തൗട്ട് ഗ്ലാസസ് പ്ലസ് കളർ ആൻഡ് നൈറ്റ് വിഷൻ ടെസ്റ്റുകളും ഉണ്ടാവും. കളർ ടെസ്റ്റ് അറിയാൻ ചില കളറുകൾ തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ, നൈറ്റ് വിഷൻ എന്ന് പറഞ്ഞാൽ രാത്രി കണ്ണാണാത്ത അവസ്ഥ. നൈറ്റ് വിഷൻ വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി കൊണ്ടൊക്കെ നമ്മൾ അവർക്ക് പറയാറുള്ള ഒരു അസുഖമാണ്. ഇനി A3 ആണെങ്കിൽ മെഡിക്കൽ സ്റ്റാൻഡേർഡ് A3 ആണെങ്കിൽ 6/9, 6/9 2 കണ്ണുകളും വേണം, വിത്ത് ഓർ വിത്തൗട്ട് ഗ്ലാസസ് ആണ്. പ്ലസ് അതായത് നിങ്ങൾക്ക് ഗ്രേറ്റർ ഓർ ഒരു 2ന്റെ കൂടുതലോ കുറവ് വരാം, മാക്സിമം 2 കൂടുതലോ കുറവ് വരാൻ പാടുള്ളൂ അറേഞ്ച് എടുത്തിട്ടോ. പിന്നെ 6/9 ഓർ 6/12 ഉണ്ടാവും, വിത്തൗട്ട് ഗ്ലാസസ് ആണ്. വിത്തൗട്ട് ഗ്ലാസ് ആണ്. ഇവിടെ 4 വരെ ഡീവിയേഷൻ വരാൻ പറ്റും. ആൻഡ് 6/9/6 B2-ന് 6/9/6/12 ആണ് വരുന്നത്, വിത്തൗട്ട് ഗ്ലാസസ്. C1 കാറ്റഗറി മെഡിക്കൽ സ്റ്റാൻഡേർഡിലേക്ക് വരുമ്പോഴേക്കും 6/12, 6/18 വരുന്നുണ്ട്, വിത്തൗട്ട് ഗ്ലാസ് ആണ് പറയുന്നത്. പിന്നെ C2 ആണെങ്കിൽ 6/12, 6/12 വിത്തൗട്ട് ഗ്ലാസസ് ആണ് വരുന്നത് കേട്ടോ. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു കണ്ണിന്റെയാണ് കാര്യമായിട്ട് വരുന്നത്. പിന്നെ ചില അസുഖങ്ങളാണ് പറയുന്നത്, അസുഖങ്ങളുള്ള ആൾക്കാർക്കും പറ്റത്തില്ല കേട്ടോ, കണ്ണാണ് മെയിൻലി നോക്കുന്നത്. ആൻഡ് ഇതിന് അപ്ലിക്കേഷൻ ഫീ ഉണ്ട്. അപ്ലിക്കേഷൻ ഫീ വരുന്നത് ജനറൽ OBC EWS 500 രൂപയാണ്. SC ST EBC ഫീമെയിൽ അതുപോലെ ട്രാൻസ്ജെൻഡർ കാറ്റഗറിക്ക് വരുന്നത് 250 രൂപയാണ് കേട്ടോ. ആൻഡ് ഇവിടെ നിങ്ങൾ റീഫണ്ട് പോളിസി ഉണ്ടാവും. ഈ എക്സാം എഴുതിയാൽ മാത്രമേ റീഫണ്ട് പോളിസി ഉണ്ടാവുള്ളൂ. ആൻഡ് റീഫണ്ട് RRB പ്രൊവൈഡ്സ് പാർഷ്യൽ ഓർ ഫുൾ റീഫണ്ട് ആഫ്റ്റർ യുവർ അപ്പിയർ ഇൻ CBT. അതായത് നിങ്ങൾ 500 രൂപ അടച്ചിട്ടുണ്ടെങ്കിൽ അതിൽ 400 രൂപ, അതിൽ GST കുറച്ചുകൂടി കുറയും, മാക്സിമം 400 രൂപ വരെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നതായിരിക്കും. ബാങ്ക് ചാർജസ് റിഡക്ട് ചെയ്യുന്നതായിരിക്കും. ഫോർ റിസർവ്ഡ് കാറ്റഗറീസ് SC ST PWBD വുമൺ ഓർ എക്സ് സർവീസ്മാൻ ട്രാൻസ്ജെൻഡർ മൈനോറിറ്റീസ് ഇവിടെ പെയ്ഡ് 250 അടച്ചാൽ മതി. ആൻഡ് 250 ഫുള്ള് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നതാണ്, റീഫണ്ട് ആവുന്നതായിരിക്കും. ആൻഡ് റീഫണ്ട് ഈസ് ഓൺലി ഗിവൺ ആഫ്റ്റർ ഇഫ് യു അറ്റൻഡ് ദ CBT എക്സാം. എക്സാം എഴുതിയില്ലെങ്കിൽ റീഫണ്ട് ഉണ്ടാവില്ല. എക്സാം എഴുതിയ 400 രൂപ വരെ CBTയിൽ എന്നിട്ടാവും റീഫണ്ട് കിട്ടുന്നതായിരിക്കും. നെക്സ്റ്റ് അടുത്ത് നോക്കുക, സെലക്ഷൻ പ്രോസസ് ആണ്. എക്സാം എന്ന് പറയുന്നത് നമുക്കറിയാം റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ ഗ്രൂപ്പ് D ആണ്. കണ്ടക്ടിംഗ് അതോറിറ്റി എന്ന് പറഞ്ഞാൽ റെയിൽവേ റിക്രൂട്ട്മെന്റ് സെല്ലാണ്, RRC ആണ്, അണ്ടർ ഇന്ത്യൻ റെയിൽവേസ്. ആൻഡ് സെലക്ഷൻ പ്രോസസ് ആദ്യം നിങ്ങൾക്ക് നടക്കാൻ പോകുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിരിക്കും. പിന്നെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് നിങ്ങൾക്ക് നടക്കും. അതിനുശേഷം ഒരു ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ നടക്കും. പിന്നെ ഒരു മെഡിക്കൽ ടെസ്റ്റ് ഉണ്ടാവും. ഇങ്ങനെ 4 ടെസ്റ്റുകളാണ് ഇതിൽ പ്രോപ്പറായിട്ട് ഉണ്ടാവുക. എക്സാം ഉണ്ടാവും, ഓൺലൈൻ ടെസ്റ്റ് ആയിരിക്കും, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിരിക്കും കേട്ടോ. ഓൺലൈനിൽ അവിടെ പോയിട്ട് കമ്പ്യൂട്ടർ ഉണ്ടാവും, അതിൽ ചെയ്താൽ മതി. ആൻഡ് ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ പ്രീവിയസ് ഇയർ
പേപ്പറിൽ കറക്കി കുത്തിയിട്ട് പോകരുത്. ഓൺലൈനിൽ മോക്ക് ടെസ്റ്റുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട്, ടെക്സ്റ്റ് ബുക്ക് പോലത്തെ ആപ്പുകളൊക്കെ ഓൺലൈൻ മോക്ക് ടെസ്റ്റുകൾ കൊടുക്കുന്നുണ്ട്. അവിടെ നിന്നൊക്കെ നിങ്ങൾ പ്രോപ്പർ മോക്ക് ടെസ്റ്റുകൾ നോക്കി ചെയ്ത് പ്രീവിയസ് ക്വസ്റ്റ്യൻസും മോക്ക് ടെസ്റ്റുകളും ചെയ്തതിന് ശേഷം മാത്രം എക്സാം അറ്റൻഡ് ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ ആ ടൈം മാനേജ്മെന്റ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. ഇനി ഡ്യൂറേഷൻ വരുന്നത് 100 ചോദ്യങ്ങൾക്ക് 90 മിനിറ്റ് ആണ് എക്സാം ഡ്യൂറേഷൻ വരുന്നത്. ടോട്ടൽ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ 100 ചോദ്യങ്ങൾ. അതിൽ ജനറൽ സയൻസ്, മാത്തമാറ്റിക്സ്, ജനറൽ ഇന്റലിജൻസ്, റീസണിങ് ആൻഡ് ജനറൽ അവയർനെസ് ആൻഡ് കറണ്ട് അഫയേഴ്സ് ഇത്രയാണ് ഉണ്ടാവുക. ഇതിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് എന്ന് പറയുന്നത് www.rrbcdg.gov.in എന്ന് പറയുന്നതാണ് RRBയുടെ ഒഫീഷ്യൽ പോർട്ടൽ വരുന്നത്. ആൻഡ് സെലക്ഷൻ പ്രോസസ് നമ്മൾ പറഞ്ഞു. എന്നാലും ഒന്നും കൂടി പറയാം, അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാം. സ്റ്റേജ് ആദ്യം കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ടാവും. ആൻഡ് ഓൺലൈൻ ടെസ്റ്റ് വിത്ത് 100 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്. ഇറ്റ് കവേഴ്സ് മാത്സ്, റീസണിങ്, നമ്മളിപ്പോൾ പറഞ്ഞല്ലോ. പിന്നെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ടാവും. ഫിസിക്കൽ ടെസ്റ്റ് ഫോർ റണ്ണിങ് ആൻഡ് ലിഫ്റ്റിംഗ് വെയിറ്റ്സ്, ക്വാളിഫയിങ് നെക്സ്റ്റ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട്. ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഉണ്ടാവും. ആ വെരിഫിക്കേഷന് കൊണ്ടുള്ള ഡോക്യുമെന്റ്സും പിന്നെ അപ്ലൈ ചെയ്യേണ്ട സമയത്ത് വരുന്ന ഡോക്യുമെന്റ്സും ഞാൻ പറയുന്നുണ്ട് കേട്ടോ. ആൻഡ് all original documents submitted by a candidate are checked against their application details. Medical examination ഉണ്ടാവും. ടെസ്റ്റ് കണ്ടക്ട് ബൈ ദ റെയിൽവേ അഡ്മിനിസ്ട്രേഷൻ. ഫിസിക്കൽ ആൻഡ് ഫിറ്റ്നസ് ആൻഡ് വിഷൻ ഒക്കെയാണ് അവിടെ ചെക്ക് ചെയ്യുക. അപ്പൊ നോക്കാം. ഇനി എക്സാം പാറ്റേൺ ആണ്. CBT കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിന്റെ പാറ്റേൺ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യം സബ്ജക്റ്റുകൾ ഉണ്ടാവും. 4 സബ്ജക്റ്റാണ് നമ്മൾ പറഞ്ഞു. ഓരോ സബ്ജക്റ്റിനും വരുന്ന ക്വസ്റ്റ്യൻസ് മാർക്കുകളാണ് നമ്മൾ നോക്കുന്നത്. ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗ് നിങ്ങൾക്ക് 30 ചോദ്യങ്ങൾ ഉണ്ടാവും, 30 മാർക്ക്. ജനറൽ സയൻസ്, അതായത് നമുക്ക് ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി ഒക്കെ വരുന്നത് ജനറൽ സയൻസ് 25 ചോദ്യങ്ങൾ 25 മാർക്ക്. മാത്തമാറ്റിക്സ് 25 ചോദ്യങ്ങൾ 25 മാർക്ക്. ആൻഡ് ജനറൽ അവയർനെസ് ആൻഡ് കറണ്ട് അഫയേഴ്സ് ഉണ്ട് 20 ചോദ്യങ്ങൾ 20 മാർക്ക്. ഇവിടെ റീസണിംഗ് ആണ്. ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗ് 25 ചോദ്യങ്ങൾ പറഞ്ഞത്, മാറിപ്പോയെങ്കിൽ ക്ഷമിക്കണം. പിന്നെ ടോട്ടൽ 100 ക്വസ്റ്റ്യൻസ് 100 മാർക്ക്. എക്സാം ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 90 മിനിറ്റ് ആയിരിക്കും. പേഴ്സൺസ് വിത്ത് ഫിസിക്കലി ഡിസേബിൾഡ് ആണെങ്കിൽ PWD ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു 120 ഒരു 30 മിനിറ്റ് കൂടി എക്സ്ട്രാ കാട്ടി 120 മിനിറ്റിലേക്ക് ഒരു എക്സാം ടൈം. പിന്നെ ഈച്ച് ക്വസ്റ്റ്യൻസ് കേരീസ് 1 മാർക്കാണ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവുക. നെഗറ്റീവ് മാർക്കിംഗ് എന്ന് പറഞ്ഞാൽ 1/3 മാർക്ക് ഈസ് ഡിറ്റക്റ്റഡ് ഫോർ ഈച്ച് റോങ്. മിനിമം ക്വാളിഫയിങ് മാർക്ക് എന്ന് പറയുന്നത് അൺറിസർവ്ഡ് ആണെങ്കിൽ 40% 100ൽ 40 മാർക്ക് 80 മേലേക്ക് വാങ്ങണം, അതായത് 60 മേലെങ്കിലും. ഓക്കെ, EWS ആണെങ്കിൽ 40% തന്നെ, OBC ആണെങ്കിൽ 30%, SC ST ആണെങ്കിൽ 30%. ഇത്രയാണ് വരുന്നത് ഇത് വരുന്നത് ക്വാളിഫയിങ് നാച്ചുറൽ വരുന്നത്. ഇനി PWBD കാൻഡിഡേറ്റ്സ് മേ ഗെറ്റ് 2% റിലാക്സേഷൻ ഇഫ് സീറ്റ്സ് മേ റിമെയിൻ വേക്കന്റ്. അതായത് PWBDയുടെ വേക്കൻസി അവിടെ കിടപ്പുണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ആ ഒരു വേക്കൻസി ഏജ് ഇതിലേക്ക് എത്തിക്കാനുള്ള ഇതും കൂടി കിട്ടുന്നതാണ് പറയുന്നത്. ഇനി നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് അതിന്റെ സിലബസ് എന്ന് പറയുന്നത്. സിലബസ് നമുക്ക് പ്രോപ്പറായിട്ട് നോക്കാം. ആദ്യം നമുക്ക് നോക്കണത് ക്ലാസ് 10ാം ക്ലാസ് ബേസ് ചെയ്തിട്ട് മാത്തമാറ്റിക്സ് ആണ്. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയും. മക്കളെ, എന്തിനാണ് ഇങ്ങനെ പല എക്സാംസിലും ഇപ്പൊ സിഗ്നൽസിലൊക്കെ നിൽക്കുന്നതിന് എന്തിനാണ് നിങ്ങൾക്ക് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയും? ഇത് ആക്ച്വലി നിങ്ങളെ പ്രോബ്ലം സോൾവിങ് സ്കില്ല്, അതേപോലെ തന്നെ അങ്ങനത്തെ കുറച്ച് മെന്റൽ എബിലിറ്റിയും കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് നടത്തുന്നത്. അതായത് ഒരു കോമൺ സെൻസ് ഉണ്ടോ, ഇത് അതുകൊണ്ട് ഭയങ്കര മാസീവ് ക്വസ്റ്റ്യൻസ് ഒന്നും വരില്ല, ഒരു ജനറൽ ക്വസ്റ്റ്യൻസ് ഇതിന് വരത്തുള്ളൂ കേട്ടോ. ആദ്യം വരുന്നത് മേജർ ടോപ്പിക്സ് എന്ന് പറയുന്നത് സിംപ്ലിഫിക്കേഷൻ ആണ്. ഇവിടെ ബോർഡ് മാസ്, സേർഡ്സ്, ഇൻഡീസസ് എല്ലാം നിങ്ങൾ പ്രോപ്പറായിട്ട് പഠിച്ചിട്ടുണ്ടാവണം. സിംപ്ലിഫിക്കേഷന് ശേഷം നേരെ നമ്പർ സിസ്റ്റം ആണ്. LCM, HCF, ഡിസിബിലിറ്റിയും കാര്യങ്ങളൊക്കെ എവിടെയാണ് വരിക. അതിനുശേഷം നേരെ വരുന്നത് പെർസെൻറ്റേജ് ആൻഡ് റേഷ്യോ പ്രൊപ്പോർഷൻ ആണ്. പിന്നെ ആവറേജ് ആൻഡ് പ്രോബ്ലംസ് ആണ്. പിന്നെ പ്രോഫിറ്റ് ലോസ്, ഡിസ്കൗണ്ട്, പാർട്ണർഷിപ്പ് ഉണ്ടാവും. പിന്നെ CA ആൻഡ് SIന്റെ ഇൻട്രസ്റ്റ് റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ടൈം ആൻഡ് വർക്ക്, പൈപ്സ്, സിസ്റ്റം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ സ്പീഡ് ആൻഡ് ടൈം ഡിസ്റ്റൻസ് ഉണ്ടാവും, ട്രെയിൻസ്, ബോട്ടിന്റെ ഒക്കെ. പിന്നെ മെൻസ്ട്രേഷൻ 3D ആൻഡ് 2D ഉണ്ടാവും. ജോമെട്രി ആൻഡ് ട്രിഗ്നോമെട്രി, അത് ജോമെട്രി ആൻഡ് ട്രിഗ്നോമെട്രി വളരെ ബേസിക് ക്വസ്റ്റൻസ് ഒക്കെ ഉണ്ടാവും. അൾജിബ്ര ആൻഡ് പോളിനോമിയൽസ് ഉണ്ടാവും. നമ്പർ സീരീസ് ഉണ്ടാവും. ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ ഉണ്ടാവും. ഇവിടെ നിങ്ങൾ മെയിൻ ആയിട്ട് പഠിച്ചു ഒന്നും പഠിച്ചില്ലെങ്കിൽ അവസാന നിമിഷം പഠിച്ചിട്ട് പോകണമെന്ന് പറഞ്ഞാൽ സിംപ്ലിഫിക്കേഷൻ, നമ്പർ സിസ്റ്റം, മെൻസ്ട്രേഷൻ, അൾജിബ്ര, ജോമെട്രി ഇത് നിങ്ങൾ മസ്റ്റായിട്ട് പഠിക്കാതെ എക്സാമിന് പോകരുത്. ഇവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റൻസ് വരിക. ആൻഡ് മറ്റൊരു കാര്യം പറയാം, ഇതിന്റെ ഡീറ്റെയിൽഡ് ഓരോ ഭാഗത്തു നിന്നും നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഹെഡിങ്സ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ട് നമ്മൾ ടെലഗ്രാം ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ആൻഡ് റീസണിങ് ആൻഡ് ജനറൽ ഇന്റലിജൻസ് നോക്കുക, ഇൻക്ലൂഡ്സ് വെർബൽ പ്ലസ് നോൺ വെർബൽ റീസണിങ് ആണ് ഇവിടെ വരുന്നത്. ആൻഡ് മേജർ ടോപ്പിക്സ് എന്ന് പറഞ്ഞാൽ അനലോഗി ഉണ്ടാവും, അതുപോലെ തന്നെ സീരീസ് ഉണ്ടാവും, നമ്പർ, ആൽഫബറ്റ് മിക്സ്ഡും ഉണ്ടാവാം, കോഡിംഗ്, ഡീകോഡിംഗ്, പസിൽസ് ആൻഡ് സീറ്റിംഗ് അറേഞ്ച്മെന്റ്, ഡയറക്ഷൻ ആൻഡ് ഡിസ്റ്റൻസ്, ബ്ലഡ് റിലേഷൻ ഉണ്ടാവും, ക്ലോക്ക് ആൻഡ് കലണ്ടർ ഉണ്ടാവും, ആൽഫബറ്റ് വേർഡ് ടെസ്റ്റ് ഉണ്ടാവും, വെൻ ഡയഗ്രം ഉണ്ടാവും, സിലോഗിസം, മിസ്സിംഗ് നമ്പർ, നോൺ വെർബൽ, മിറർ, ഡൈസ്, പേപ്പർ ഫോൾഡിംഗ് ഒക്കെ ഉണ്ടാവും, സ്റ്റേറ്റ്മെന്റ്സ് ആൻഡ് കൺക്ലൂഷൻസ് ഇതൊക്കെ ഉണ്ടാവും. ആൻഡ് അനലോഗി, കോഡിംഗ്, സീറ്റിംഗ്, പസൽസ്, സീരീസ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ഇതിന്റെ എല്ലാം ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതൊന്നും കൂടി പറയാം, പ്രോപ്പർ ക്ലാസ്സുകൾ നിലവിൽ RRB ഗ്രൂപ്പ് D NTPC ഒക്കെ പാസ്സായ
ജെഇ വരെ പാസ്സായ സാറന്മാരാണ് നിങ്ങൾ ക്ലാസ്സിൽ എടുത്തുകൊണ്ടിരിക്കുന്നത് ഇതില്. ആൻഡ് ജനറൽ അവയർനെസ് ആൻഡ് കറണ്ട് അഫയേഴ്സ് ആണ്. വെരി ഇമ്പോർട്ടന്റ് ആണ്, ഹൈ സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്നതാണ്. ആൻഡ് ജനറൽ അവയർനെസ്സിൽ ബയോളജി കൂടെ വളരെ സിമ്പിൾ ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. പ്രോപ്പറായിട്ട് പഠിച്ച സുഖമായിട്ട് നിങ്ങൾക്ക് മാർക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ കറണ്ട് അഫയേഴ്സിൽ നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ ന്യൂസുകൾ, ഡിഫൻസ് ആൻഡ് റെയിൽവേ ന്യൂസ്, അവാർഡ്സ് ആൻഡ് ഹോണേഴ്സ്, അപ്പോയിന്റ്മെന്റ്സ്, സ്പോർട്സ്, ഗവൺമെന്റ് സ്കീംസ്, ബുക്ക് ആൻഡ് ഓതേഴ്സ് ആണെങ്കിൽ വരിക. ആൻഡ് ഹിസ്റ്ററി ആണെങ്കിൽ ഫ്രീഡം സ്ട്രഗിൾ, മോഡേൺ ഇന്ത്യ, ജോഗ്രഫി പാർക്സ്, റിവേഴ്സ്, സ്റ്റേറ്റ്സ് മസ്റ്റ് ആയിട്ട് നോക്കിയിട്ടുണ്ടാവണം. പൊളിറ്റി ആണെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ, ഗവൺമെന്റ് മസ്റ്റ് ആയിട്ട് നിങ്ങൾ നോക്കിയിട്ടുണ്ടാവണം. ആൻഡ് എക്കണോമിക്സ് ആണെങ്കിൽ സയൻസ് ആൻഡ് ടെക്, എൻവിറോൺമെന്റ്, അതേപോലെ ബാങ്കിങ് അവയർനെസ് ഒക്കെയാണ് എക്കണോമിക്സിൽ വരിക. ഫോക്കസ് ഏരിയ എന്ന് പറഞ്ഞാൽ 6 to 8 months കറണ്ട് അഫയേഴ്സ് നമ്മൾ തരുന്നുണ്ട്. പ്രോപ്പർ 6 to 8 months കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ്സുകൾ നമ്മൾ തരും കേട്ടോ. ഇനി അടുത്ത ജനറൽ സയൻസ് ആണ്. ജനറൽ സയൻസിൽ നിങ്ങൾ നോക്കേണ്ട ബേസ്ഡ് ഓൺ CBSE സിലബസ് ആണ് ജനറൽ സയൻസ് വരുന്നത് കേട്ടോ. ഇവിടെ ഫിസിക്സ്, വർക്ക് എനർജി, മോഷൻ, ലെൻസ്, ഇലക്ട്രിസിറ്റി ഒക്കെ വളരെ കോമൺ ആയിട്ട് എപ്പോഴും ചോദിക്കുന്നതാണ്. കെമിസ്ട്രി ആണെങ്കിൽ ആസിഡ്സ് ആൻഡ് ബേസസ് 1, 2, 3 മാർക്കൊക്കെ കെമിസ്ട്രി, മാക്സിമം 1 മാർക്ക് 2 മാർക്കൊക്കെ കേട്ടോ. പീരിയോഡിക് ടേബിള്, ബേസിക് റിയാക്ഷൻസ്, കെമിസ്ട്രി ഇൻ ഡെയിലി ലൈഫ് ഒക്കെയാണ് അവിടെ ചോദിക്കുക. ബയോളജി, ഹ്യൂമൻ അനോട്ടമി, പ്ലാൻ അനോട്ടമി, ഡിസീസസ്, ന്യൂട്രീഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഡിസീസ് ന്യൂട്രീഷൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫിസിക്സ് ഒക്കെ കുറച്ച് ചോദിച്ചാലും കെമിസ്ട്രി, ബയോളജി നന്നായിട്ട് വരും കേട്ടോ. ആൻഡ് കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടെക് ഉണ്ടാവും. അതർ ഡിവൈസിൽ സ്പേസ് ആൻഡ് ആസ്ട്രോണമി, എൻവയോൺമെന്റ്, ഇൻവെൻഷൻസ് ആൻഡ് ബയോളജി, കെമിസ്ട്രി ഹൈ വെയിറ്റേജ്. ഓക്കെ. ആൻഡ് സബ്ജക്ട് വൈസ് വെയിറ്റേജസ് നോക്കാം. ഇനി കറണ്ട് അഫയേഴ്സ് ആണെങ്കിൽ 6 മുതൽ 7 മാർക്ക് വരെ സ്ഥിരം ചോദിക്കാറുണ്ട്. സ്പോർട്സ്, അപ്പോയിന്റ്മെന്റ്സ്, സ്കീംസ്, നാഷണൽ ന്യൂസ് ഒക്കെയാണ് വരിക. ആൻഡ് ജനറൽ നോളജ് ആണെങ്കിൽ 14 മുതൽ 15 മാർക്ക് വരെ എല്ലാ വർഷവും ചോദിക്കുന്നതാണ്. പൊളിറ്റി, ഹിസ്റ്ററി, എക്കണോമി, ജോഗ്രഫി എന്നാണ് ക്വസ്റ്റ്യൻസ് വരിക. ജനറൽ സയൻസ് 23 മുതൽ 25 ക്വസ്റ്റ്യൻസ് വരെ. 6 മുതൽ 8 മാർക്ക് വരെ ബയോളജി, 8 മുതൽ 9 മാർക്ക് വരെ കെമിസ്ട്രി, 7 മുതൽ 9 മാർക്ക് വരെ ഫിസിക്സ് എന്ന് ചോദിക്കാം. ലോജിക്കൽ റീസണിംഗ് 25 മുതൽ 27 മാർക്ക് വരെ. പസൽസ്, സീരീസ്, അനലോഗി ആൻഡ് അറേഞ്ച്മെന്റ് ഇമ്പോർട്ടന്റ് ആണ്. വെർബൽ റീസണിംഗ് ആണെങ്കിൽ 2 മുതൽ 3 മാർക്ക് വരെ ചോദിക്കാം. സെഗ്മെന്റ്സ് ആൻഡ് ആർഗ്യുമെന്റ്സ് ഒക്കെ ഉണ്ടാവും. പിന്നെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് 24 മുതൽ 25 മാർക്ക് വരെ. സിംപ്ലിഫിക്കേഷൻ, നമ്പർ സിസ്റ്റം, മെൻസുറേഷൻ ഒക്കെ ചോദ്യങ്ങൾ സ്ഥിരം വരുന്നതാണ്. ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ ഉണ്ടാവും 1-2 മാർക്കിന്. ബാർല്, ലൈന്, പൈൻ ചാർട്ട് ഒക്കെ വെച്ചുള്ള സംഭവം. ഇത്രയാണ് അവിടെ പറയാനുള്ളത്. ആൻഡ് ഗ്രൂപ്പ് ഡിയുടെ അതിനുശേഷം അതിനു മുമ്പ് ഒരു കാര്യം കൂടി പറയാം. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ അറിയോ, പ്രോപ്പറായിട്ട് പഠിച്ചാൽ കിട്ടുന്ന എക്സാംസേ ഉള്ളൂ ഇത്. ഞാൻ വീണ്ടും പറയാം, ഇത്രയാണ് നിങ്ങൾ പഠിക്കുന്ന സിലബസ് എന്ന് പറയുന്നത്. ഈ സിലബസ് കവറേജ് നിങ്ങൾ പ്രോപ്പറായിട്ട് പഠിച്ച് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു വ്യക്തമായ ധാരണ വരും. ഇത്രയൊക്കെയാണ് എക്സാം ചോദിക്കുക, ഇത്രയൊക്കെയുള്ള എക്സാം എന്നുള്ളത്. നിങ്ങൾ ആദ്യം ഭയങ്കര സംഭവമായിട്ട് കാണണ്ട കേട്ടോ. ഞാനൊക്കെ വളരെ ആവറേജ് ആയിട്ടുള്ള വ്യക്തിയാണ്. ഞാനൊക്കെ ഇത് ഇത്രയും പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന എക്സാമാണ്. ആ സിലബസ് മുഴുവൻ കണ്ടുകൊണ്ടാണ് ഈ പറയുന്നത്. ഓക്കെ, പ്രോപ്പറായിട്ടൊന്ന് പഠിച്ചാൽ സുഖമായിട്ട് കിട്ടിയ എക്സാം. ഇനി ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ എന്തുണ്ടാവും, ഫിസിക്കൽ ഉണ്ടാവും. ബ്രിട്ടൻ പാസ്സാക്കി ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. മെയിൽസിന് വെയിറ്റ് ലിഫ്റ്റിംഗ് ഉണ്ടാവും. 35 kg ആണ് എടുക്കേണ്ടി വരിക. 100 മീറ്റർ അതും കൊണ്ട് ഓടിയാൽ മതി. 2 മിനിറ്റ് ടൈം ഉണ്ടാവും. ഒരൊറ്റ അറ്റംപ്റ്റേ ഉണ്ടാവുള്ളൂ. ആ ഡ്രോപ്പ് താഴെയിട്ടാൽ നിങ്ങൾ ഫെയിലാണ്. ആൻഡ് റണ്ണിങ് ഉണ്ടാവും, വെയിറ്റ് ഉണ്ടാവില്ല. 1000 മീറ്റർ 4 മിനിറ്റ് 15 സെക്കൻഡ് കൊണ്ട് ഒരൊറ്റ അറ്റംപ്റ്റേ തരത്തുള്ളൂ കേട്ടോ. ആൻഡ് ഫീമെയിൽസിലാണെങ്കിൽ വെയിറ്റ് ലിഫ്റ്റിംഗ് 20 kg ഉണ്ടാവും. 100 മീറ്റർ 2 മിനിറ്റ് തന്നെ. അത് 1 അറ്റംപ്റ്റ് ഉണ്ടാവും. താഴെ ഇടാൻ പാടില്ല, വെയിറ്റ് താഴെ ഇടാൻ പാടില്ല. വെയിറ്റ് താഴെ ഇട്ടാൽ ഡിസ്ക്വാളിഫൈ ആവും. റണ്ണിങ് ഉണ്ടാവും. റണ്ണിങ് 1000 മീറ്റർ തന്നെ 5 മിനിറ്റ് 40 സെക്കൻഡ് ഒരൊറ്റ അറ്റംപ്റ്റേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി ഉള്ള ആൾക്കാർക്ക് ഇവിടെ എക്സംഷൻ കിട്ടുമെങ്കിലും ബാക്കിയുള്ള എല്ലാവരും ഇത് ചെയ്യണം. ആൻഡ് വൺസ് ചാൻസ് പോളിസി എന്ന് പറഞ്ഞാൽ ഒറ്റ പ്രാവശ്യം മാത്രമേ എന്തുണ്ടാവുള്ളൂ. ദർ ആർ നോ സെക്കൻഡ് ചാൻസസ് എയ്തർ വെയിറ്റ് ലിഫ്റ്റിംഗ് ഓർ ദ റണ്ണിംഗ് ടാസ്ക്. സീക്വൻഷ്യൽ ടെസ്റ്റിംഗ് ഉണ്ടാവും. യൂഷ്വലി ദ വെയിറ്റ് ലിഫ്റ്റിംഗ് ടെസ്റ്റ് ഈസ് കണ്ടക്ടഡ് ഫസ്റ്റ് followed by the running test ഉണ്ടാവും. പിന്നെ ട്രാൻസ്ജെൻഡർ കാൻഡിഡേറ്റ്സിന്റെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് ഫോർ ട്രാൻസ്ജെൻഡർ കാൻഡിഡേറ്റ്സ് ആർ ദ സെയിം ആസ് ദോസ് ആപ്ലിക്കേറ്റ് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് പോലെ തന്നെ ട്രാൻസ്ജെൻഡർ കാൻഡിഡേറ്റ്സിന് ഉണ്ടാവുക. ഓക്കെ, ഈ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഉണ്ട് ഗ്രൂപ്പ് ഡിന്റെ. അതിന് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്താണെങ്കിലും നിങ്ങൾക്ക് 10ാം ക്ലാസ്സിന്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഉണ്ടാവണം. പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കൊന്നും പറ്റത്തില്ല കേട്ടോ. ITI പഠിക്കുന്ന കുട്ടികൾക്കൊന്നും 10ാം ക്ലാസ് വെച്ചിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യാം. ആൻഡ് പ്രൂഫ് ഓഫ് ഡേറ്റ് ക്വാളിഫിക്കേഷൻ, അതായത് ഡേറ്റ് ഓഫ് ക്വാളിഫിക്കേഷൻ ചെയ്യുന്നത് നിങ്ങളെ മെട്രിക്കൽ സർട്ടിഫിക്കറ്റ് തന്നെ മതി. അതായത് 10ാം ക്ലാസ്സിന്റെ സർട്ടിഫിക്കറ്റ് മതിയല്ലോ. പിന്നെ ITI സർട്ടിഫിക്കറ്റ് ഓർ നാഷണൽ അപ്രന്റീസ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ വേണം, ഇഫ് അപ്ലിക്കബിൾ ആണ്. ആൻഡ് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് SC ST OBC EWS ഒക്കെ പോകുന്ന സമയത്ത് വേണം അപ്ലൈ ചെയ്യാൻ വേണ്ട. മസ്റ്റ് ബി പ്രിസ്ക്രൈബ്ഡ് ഇൻ ഫോർമാറ്റ്. ഫോട്ടോ ഐഡന്റിറ്റി പ്രൂഫ്, ആധാർ കാർഡ് ഐ പ്രിഫർ. ആധാർ കാർഡ് എല്ലാവർക്കും ഉണ്ടാവണം. പാൻ കാർഡ് എന്തായാലും എല്ലാവർക്കും ഉണ്ടാവണം കേട്ടോ. സോ ആധാർ കാർഡോ പാൻ കാർഡോ, ആധാർ കാർഡ് വെച്ചിട്ടാണ് അപ്ലൈയും കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടത് നിങ്ങൾ കേട്ടോ. ഇനി അതേപോലെ തന്നെ അതർ ഡോക്യുമെന്റ്സ് ആണ്. ഡിസേബിലിറ്റി സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത്, എക്സ് സർവീസ്മാൻ ആണെങ്കിൽ അത്, ഇൻകം സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ അത്,
കൺസെഷനും കാര്യങ്ങളൊക്കെ ഇൻകം സർട്ടിഫിക്കറ്റ് വേണ്ടി വരും. എനി അതർ ഡോക്യുമെന്റ് മെൻഷൻ ഇൻ ദ ഒഫീഷ്യൽ ഇൻഫർമേഷൻ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളുടെ RRB ഗ്രൂപ്പ് ഡിന്റെ പറയാനുള്ളത്. നമ്മളിവിടെ എന്തൊക്കെ പറഞ്ഞു? ഫിസിക്കലിന്റെ കാര്യങ്ങൾ പറഞ്ഞു, സിലബസിന്റെ പ്രോപ്പർ കാര്യങ്ങൾ പറഞ്ഞു. ഇനി RRB ഗ്രൂപ്പ് ഡിന്റെ കുറച്ച് മോക്ക് ടെസ്റ്റുകളും ക്ലാസ്സുകളും എല്ലാമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് പഠിച്ചു നോക്കുക കേട്ടോ. എന്ത് ജോലി ആയിക്കോട്ടെ, എന്ത് പഠിത്തത്തിനിടയിലാണെങ്കിലും ഒരു ദിവസം 1/2 മണിക്കൂർ 1 മണിക്കൂറൊക്കെ മാറ്റി വെച്ചിട്ട് എന്ത് ചെയ്യുക, ഇതിന് നിങ്ങൾ പ്രോപ്പറായിട്ട് പഠിക്കുക. പ്രോപ്പറായിട്ട് പഠിച്ചാൽ കിട്ടുന്നതേ ഉള്ളൂ ഇതൊക്കെ. നിങ്ങൾ വെറുതെ ഓവറായിട്ട് ടെൻഷൻ അടിച്ച് കളയാഞ്ഞാൽ മാത്രം മതി. സോ പ്രോപ്പറായിട്ട് എന്ത് ചെയ്യുക, എക്സാംസിനൊന്ന് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, ഇനി എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ നമ്പർ താഴെ കൂടെ പോകുന്നുണ്ട്. ഇല്ലെങ്കിൽ ഇതാണ് നമ്മുടെ നമ്പർ 94013502. ഇത് എൻ്റെ നമ്പറാണ്. ഇതിൽ മെസ്സേജ് അയച്ചാൽ എന്നെ കിട്ടും. ഇനി സപ്പോസ് ഞാൻ അവൈലബിൾ അല്ലെങ്കിൽ ഞാൻ അവൈലബിൾ ആയ ഉടനെ നിങ്ങൾക്ക് മെസ്സേജ് അയക്കുന്നതായിരിക്കും. എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലിയർ ചെയ്യുക. മസ്റ്റായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ആൻഡ് ഈ വീഡിയോ 25 മിനിറ്റ് ലെങ്ത് ഉണ്ട്. നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലിക്ക് എല്ലാവർക്കും എന്ത് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. മാക്സിമം നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കുക. 10ാം ക്ലാസ് പാസ്സായിട്ടുള്ള എല്ലാവർക്കും എന്ത് ചെയ്യുക, ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.